ഓക്കെ, അപ്പോൾ റെഡി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഒരുപാട്. ഞാനിവിടെ ഉണ്ട്. ഞാൻ എവിടെയാ? റൈറ്റ്. അപ്പം ഞങ്ങൾ ഇന്ന് ജോർജിയയുടെ ഇങ്ങേ അറ്റത്താണ് താമസിച്ചത്. ഇന്നലെ രാത്രി എവിടെയാണ് ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നു. ഈ വീട്ടിലാണ് താമസിച്ചത്. ഞങ്ങൾക്ക് ചുറ്റും ഇത് മലകളാണ്. മലയുടെ താഴ്വാരത്താണ് ഞാൻ ഇന്നലെ കാണിച്ചപ്പോൾ ഇച്ചിരി ഇരുട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചുറ്റും ഇത് മലകളും മുകളിൽ ഐസ് പാളികളും ഒക്കെയാണ്. പലതരം മലകൾ, പലതരം മോഡലിലുള്ള ഇതാണ് ചുറ്റുമുള്ളത്. നമുക്ക് വീഡിയോ കാണുമ്പോൾ അത്രയും തോന്നത്തില്ല, ബട്ട് സ്റ്റിൽ. അപ്പം മുകളിലേക്ക് വന്നു, റഷ്യ കിടക്കുന്നു. ഓക്കെ, റഷ്യയിൽ നമ്മൾ നാളെ റഷ്യ കിടക്കും അല്ലേ? ഓക്കെ, അതിന് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഓക്കെ. ഓൺലൈൻ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കലി അവർ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മൾ ബുക്ക് ചെയ്താൽ തന്നെ അവർ ക്യാൻസൽ ചെയ്യും. ബിക്കോസ് വി ആർ ഫോറിനർ മേ ബി. അതെ, അപ്പം നമ്മൾ ബൈ റോഡ് ആയതുകൊണ്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ മാത്രം, റഷ്യ മാത്രം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഞങ്ങൾ ഇവിടുത്തെ ചുറ്റുപാടുകൾ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ജോർജിയയുടെ ഒരു ചെറിയ മല ഇടുക്കിൽ നിന്നും നമ്മൾ വെളിയിലേക്ക് പോകുന്ന കാഴ്ചയാണിത്. ഫ്രണ്ടിൽ കാണുന്ന മലയിൽ മുഴുവൻ ഐസാണ്. ടെമ്പറേച്ചർ എത്രയാണ്? 12 ഡിഗ്രി ടെമ്പറേച്ചറുണ്ട്. താഴെ നല്ല വെയിലും ഉണ്ട്. 2 രൂപ 74 പെൻസ് പെട്രോളിൻ്റെ ലാറി കണക്ക് 2.74 പൈസയാണ് ഇവിടുത്തെ പെട്രോള്. റഷ്യയിൽ നിന്ന് ജോർജിയയിലേക്ക് കടക്കാൻ വേണ്ടി കിടക്കുന്ന ബോർഡിങ് എൻട്രൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു കിടക്കുന്ന ട്രക്ക് ഡ്രൈവേഴ്സാണ് മുഴുവൻ. ഇഷ്ടംപോലെ ഉണ്ട്. 100 കണക്കിന് ട്രക്കുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് കിടക്കുക. ഹരിയോഹര. ഇനി അങ്ങേലുമ്പത്തിന് നമ്മുടെ അവസ്ഥ ഇതിലും കഷ്ടമായിരിക്കും. ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ. എക്സെട്ര. റഷ്യൻ ട്രെയിനാണ് പോകുന്നത്. ഗുഡ്സ് ട്രെയിൻ ആട്ടോ, ഗുഡ്സാ, പാസഞ്ചർ ട്രെയിൻ അല്ല. അടിപൊളിയാണ് കേട്ടോ, നല്ല സൂപ്പർ ഒരു വ്യൂ ആണ്. ഈ കാർലോസ് കമ്മ്യൂണിസ്റ്റ് ആശയമായി കഴിഞ്ഞപ്പോഴേ ജർമ്മനിയിൽ നിന്ന് തന്നെ ഓടിച്ചു. ജർമ്മനിയിൽ നാട് കടത്തി. അവൻ ലണ്ടനിൽ വന്ന് ഉറക്കം പറ, അപ്പം നമുക്ക് ആർക്കോടും ആവും. ഉറക്കം പറഞ്ഞു എല്ലാവരും കേൾക്കട്ടെ. കാർലോസ് കമ്മ്യൂണിസ്റ്റുമായി കഴിഞ്ഞപ്പോൾ ജർമ്മനിയിൽ നിന്ന് നാട് കടത്തി. ആ മനുഷ്യൻ ലണ്ടനിൽ അഭയം പ്രാപിച്ചു. ഓക്കെ, ഫ്ലാറ്റിൽ താമസിച്ചു. ഓക്കെ, അങ്ങനെ ലണ്ടനിൽ വെച്ച് മരിച്ചു. ഓക്കെ, അവരുടെ കൂട്ടുകാരനായിരുന്നു ഏംഗൽസ് ലങ്കൻഷെയറിലുള്ള വലിയ ധനികനായിരുന്നു. ഓക്കെ, അവർ മനോഹരമായ ആശയം ഉണ്ടാക്കി. പക്ഷേ ആ ആശയം പ്രാവർത്തികമായില്ല, ലോകത്ത് പറ്റില്ല. ആ പാലെന്ത് ശരിക്കും സൈഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. മുട്ട് കൊടുത്തേക്കുക കേട്ടോ, 20 മുട്ട് കൊടുത്തേക്കുക. വില കൊണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ലോറികൾ പോകുന്നല്ലേ. നമ്മൾ വീഡിയോ കാണുമ്പോൾ ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുക, വീഡിയോ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നും. പക്ഷേ ഇവിടെ അതൊക്കെ ഒരു 10-80-90 മീറ്റർ ഹൈറ്റില്ലേ. നമ്മുടെ വന്ന വഴിക്ക് തിരിച്ചു പോകണം സാറേ? അല്ലല്ല, ഇത് നമ്മൾ താഴേക്കടെ നമ്മളിപ്പോൾ ആദ്യം പോയപ്പോൾ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നമ്മൾ താഴത്തെ വഴി കൂടെ പോകേണ്ടടുത്ത് മുകളിൽ കൂടെ വഴി പോയി. അതേ ഉള്ളൂ.
ബ്രിഡ്ജ് പോയില്ലേ, 2 മലയുടെ ആ ഹാ ഹാ അയ്യോ വാവ് നമ്മൾ തരംഗത്തിൽ പക്ഷേ ഇവിടെ അയ്യോ തരംഗത്തിൽ വെട്ടമൊന്നുമില്ല കേട്ടോ, ലൈറ്റൊന്നുമില്ല കേട്ടോ. സ്വയം പ്രകാശിക്കണം. നമ്മുടെ വണ്ടിയുടെ വട്ടത്തിൽ പോവുക. അതിന് ലൈറ്റ് ഉള്ളതല്ലേ മുകളിൽ, അതല്ല ഇത് നമ്മളുടെ അടുത്തടുത്ത് ചെല്ലുന്തോറും മല. അയ്യോ രജുഭായി യെസ് ഇതിന് ഒപ്പുന്നുണ്ടോ? ഒപ്പുന്നുണ്ടോ? അതിനെ മടുത്തോ? എന്തോ ബ്യൂട്ടിഫുൾ ആണ്. നമ്മളെ നോർത്ത് കോസ്റ്റ് 500 പോകുന്നത് ദൂരെയല്ല മലകൾ, രണ്ട് ചുറ്റും നടുക്ക് ആ അത് ഇത്ര ഹൈറ്റ് ഇല്ല കേട്ടോ, ബീച്ചും ഒക്കെ. ഇത്ര ഹൈറ്റ് ഇല്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു മലയല്ലല്ലോ, അത് ഒരു സൈഡ് താഴെയാ, ഒരു സൈഡ് മല, ഒരു സൈഡ് നോർവേക്ക് പോകുന്നത് ഓഷ്യൻ അല്ലേ, മനുഷ്യൻ ടച്ച് ചെയ്യാത്ത ഓഷ്യൻ അറ്റ്ലാന്റിക് നേച്ചറല്ലേ അവിടെ. ആ ശരിയാ. ഇത് കഴിഞ്ഞിട്ട് പോരെ? ഇതുവഴി വേണേ സമയമുണ്ടേ നോക്കാം. ബഡ്ജറ്റ് പോകും. അപ്പം നമ്മളങ്ങനെ ജോർജിയയുടെ അവരോട് കയറ്റി വെച്ചു. എക്സിറ്റ് ബോർഡറിലെത്തി. തുടർന്ന് റഷ്യയുടെ ബോർഡറാണ്. അപ്പോൾ നോക്കിയിട്ടൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ വഴിയെ കാണാൻ നമുക്ക്. അല്ല, ഇത് ജോർജിയ കയറിയിട്ടല്ലേ പോകുന്നത്. ആ അല്ല ജോർജിയയുടെ എക്സിറ്റ് ആണ്, ജോർജിയയുടെ എക്സിറ്റ് ബോർഡറാണിത്. കാറുകാരുടെ പുറകെ കയറിക്കും. എൻ്റെ ബ്ലാക്ക് ബാഗ് ഈ സീറ്റിൻ്റെ പുറകെ കിടപ്പുണ്ട്. അതിന് എൻ്റെ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസും. അതിലാണോ? ഫൈലിലല്ലേ? ക്യാമറ ഓഫ് ചെയ്യാണ്, ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ജോർജിയയുടെ എക്സിറ്റ് കഴിഞ്ഞു, എക്സിറ്റ് ബോർഡർ കഴിഞ്ഞു. ഇനി ഞങ്ങൾ റഷ്യയുടെ ബോർഡറിലേക്ക് കയറാൻ പോവുകയാണ്. ജോർജിയയുടെ എക്സിറ്റ് വളരെ ഈസി ആയിരുന്നു. ജോർജിയയുടെ എൻട്രി ഭയങ്കര ദുർഘടമായിരുന്നു. അതിനെപ്പറ്റി സെപ്പറേറ്റ് ഞാൻ വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും. ഇത് താല്പര്യമുള്ളവർക്ക് ഒരു അറിവിന് വേണ്ടിയിട്ട്. അപ്പം ഇത് ഈ ടണൽ കഴിഞ്ഞ് അപ്പുറയാണെന്ന് തോന്നുന്നു റഷ്യയുടെ ബോർഡർ ഓഫീസ്. സോ ലെറ്റ്സ് സീ ഹൗ ഇസ് ഗോയിങ് ഓൺ. അപ്പോൾ ഇതാണ് നമ്മുടെ റഷ്യയുടെ ബോർഡർ. നമ്മളങ്ങോട്ട് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു മാത്രം. ബൈ. അങ്ങനെ ഞങ്ങൾ റഷ്യൻ ബോർഡർ ക്രോസ് ചെയ്തു. ഒരു ഏതാണ്ട് 5 മണിക്കൂറോളം സമയമെടുത്തു എല്ലാം ഒന്ന് ക്ലിയറായി വരാനായിട്ട്. കസ്റ്റംസ് ക്ലിയറൻസും വണ്ടി ചെക്കിങ്ങും ലഗേജ് ചെക്കിങ്ങും ഞങ്ങളെ സ്കാനിങ്ങും അങ്ങനെ ഉൾപ്പെടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഏതാണ്ട് 5 hours നിയർലി എടുത്തു. അതിനുശേഷം ഞങ്ങളിത് പതുക്കെ മൂവ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ റഷ്യയിൽ കയറി കണ്ടിന്യൂ ചെയ്യുന്നു. സോ ഫാർ സോ ഗുഡ്. ഓക്കെ എല്ലാവരും ഓക്കെ അല്ലേ? ബൈജാൻ ബൈജാൻ ഓക്കെ. അപ്പോൾ ക്യാപ്റ്റൻ ഇന്ന് അതിന് വേണ്ടിയിട്ട് ഒരു 3-4 മണിക്കൂർ ഇവിടെ ക്യൂ നിന്നു. അപ്പോൾ ക്യാപ്റ്റന് എല്ലാവരുടെയും പേരിൽ താങ്ക് യു. സൗജ താങ്ക് യു. അതൊരു വല്ലാത്ത ക്യൂ ആയിരുന്നു. അത് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഒരു കട പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് വെള്ളം കുടിക്കാൻ പോലും നിർവാഹമില്ലായിരുന്നു. 3-4 മണിക്കൂർ വെള്ളം കുടിക്കാൻ ഞങ്ങളുടെ വണ്ടിയിലും വെള്ളം ജസ്റ്റ് ഒരു അത്യാവശ്യത്തിന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, കിട്ടിയില്ല. എനിവേ എല്ലാം സോർട്ടഡ്. ഞങ്ങൾ വെള്ളവും കുടിച്ചു, ഫുഡും കഴിച്ചു. ഞങ്ങളിത് മൂവ് ചെയ്യുകയാണ്. അടുത്ത സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു 1/2 കിലോമീറ്റർ മാറിയപ്പോൾ അവിടെ കടയുണ്ടായിരുന്നു. അവിടുന്ന് ഫുഡും മേടിച്ച് കഴിച്ചു. നമ്മളങ്ങനെ റഷ്യയുടെ ഒരു കോർണറിലെ ടൗണിലെത്തി, ഫസ്റ്റ് ടൗണിലെത്തി. ഞങ്ങളിവിടെ ഇന്ന് സ്റ്റേ ആണ്. നാളെ കഴിഞ്ഞ് ഇവിടെ അടുത്ത യാത്രയുള്ളൂ. അപ്പോൾ ഈ ടൗണിൻ്റെ ഏതാനും ചില ദൃശ്യങ്ങൾ 2-3 ദിവസത്തേക്ക് ഇവിടെ എന്തോ ബാങ്ക് ഹോളിഡേ ആണ്, ഇന്ന് പബ്ലിക് ഹോളിഡേ ആണ്.